ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉഷ സേവിങ് മെഷീൻ കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന പുതിയ മോഡലായ USB 5 എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ സേവിങ് മെഷീനാണ്. ഇത് നോർമൽ സിംഗിൾ ലോക്ക് സ്റ്റിച്ച് മെഷീനാണ്. നമ്മളിതിനു മുമ്പ് ഇവരുടെ മെഷീൻ കണ്ടിട്ടുണ്ടാവും. അതായത് 8801 എന്ന് പറയുന്ന മോഡല്. അതിനുശേഷം നമ്മൾ വീണ്ടും കാണുന്ന ഒരു മോഡലാണ് ഈ കാണുന്ന USB 5 എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ അതിനുശേഷം 8801 ഈ വന്നതിന് ശേഷം അടുത്തായി വന്നത് ഉഷയുടെ തന്നെ S2 എന്ന് പറയുന്ന ലോക്ക് സ്റ്റിച്ച് മെഷീനായിരുന്നു. സിംഗിൾ നീഡിൽ സിംഗിൾ മെഷീനിൽ ലോക്ക് സ്റ്റിച്ചിൽ വന്നിരുന്നത്. അപ്പം അതിനുശേഷം ഇപ്പോൾ കമ്പനി ഇറക്കിയിരിക്കുന്ന പുതിയ മോഡലാണ് ഈ ഉഷയുടെ ഈ വരുന്നത് മോഡൽ USB 5 എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഇതെന്താണ്, കമ്പനി S2 ഇറക്കിയതിന് ശേഷം ആദ്യം 8801 ഇറക്കി, അതിന് ശേഷം S2 ഇറക്കി, അതിനുശേഷം ഇപ്പം അവസാനമായിട്ട് USB 5. അപ്പം നമ്മൾ S2 എടുത്തവർക്ക് അറിയാൻ പറ്റും, ആ മെഷീനിൽ കുറച്ച് പോരായ്മകളുണ്ടായിരുന്നു. ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്ക് മെഷീൻ ഭയങ്കരമായിട്ട്, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചാറാവുക എന്ന് പറയും, ചാറായിക്കൊണ്ടിരിക്കുക. അതായത് മെഷീൻ്റെ ഭയങ്കര സൗണ്ട്, കാര്യങ്ങൾ, ത്രെഡ് ട്രിമ്മായി പോവുക, അത് കട്ടിയായി പോവുക, സ്ഥിരമായിട്ട് ത്രെഡ് കട്ടായി പോവുക. അത് ഈ ടെൻഷൻ സെറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റായി പോവുക, ത്രെഡ് ടൈറ്റായി പോവുക, അങ്ങനെ ചില വിഷയങ്ങളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ ബോർഡ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് തന്നെ ബോർഡ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതിനൊക്കെ ബദലായിട്ട് ഇപ്പോൾ കംപ്ലയിൻറ്റുകളൊന്നും ഇല്ലാതെ നല്ല പുതിയ അപ്ഡേഷൻ നൽകിക്കൊണ്ട് കമ്പനി പുറത്തിറക്കിയ മെഷീനാണ് ഈ S2 എന്ന് പറയുന്ന, S2 അല്ല, USB 5 എന്ന് പറയുന്ന ഈ മെഷീൻ. അപ്പോൾ നേരത്തെ വന്ന S2 എന്ന് പറയുന്ന മോഡലിൽ നമുക്ക് അറിയാൻ പറ്റും, സൈഡിലായിരുന്നു അതിൻ്റെ ഡിസ്പ്ലേ വന്നിരുന്നത്. സൈഡിലാണ് അതിൻ്റെ LED ഡിസ്പ്ലേ വന്നിരുന്നത്. ഇപ്പോൾ USB 5ലേക്ക് വന്നപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരിക. നമ്മൾ ഈ മെഷീൻ കാണുമ്പോൾ നമുക്ക് ജുക്കിയുടെ ഒരു മെഷീൻ ഓർമ്മ വരും. ജുക്കിയുടെ ജിന്നിൻ്റെ L1 എന്ന് പറയുന്ന ഒരു സീരീസ് മോഡൽ നമുക്ക് ഓർമ്മ വന്നിരുന്നു. നല്ല ക്വാളിറ്റി മെഷീനാണ് ഇത്. നമുക്ക് ഹെഡ് വെയിറ്റ് തന്നെ ഏകദേശം ഒരു 32 എബോവ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റിച്ചിങ് ആണെങ്കിലും നല്ല പെർഫെക്റ്റാണ്. നമ്മളിപ്പം ജസ്റ്റ് ഇത് നമ്മൾ കാലുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് മൂവിങ് തന്നെ നല്ല സ്മൂത്താണ്. നമുക്ക് S2-നെ അപേക്ഷിച്ച്, ഇതിന് മുമ്പ് ഇറക്കിയ വെർഷനെ അപേക്ഷിച്ച് നല്ല സ്റ്റിച്ചിങ് കംഫർട്ട് ഈ മെഷീൻ കിട്ടുന്നതാണ്. നോയ്സ്ലെസ് ആണ്, സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല, നല്ല ഫ്രീ മെഷീനാണ്. പിന്നെ ഫങ്ഷൻസ് എല്ലാം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഉണ്ട്. എല്ലാം ഈ സിംഗിൾ ലോക്ക് സ്റ്റിച്ച് മെഷീൻ്റെ എല്ലാത്തിൻ്റെയും ഫങ്ഷൻ സെയിമാണ്. നൂലിടേണ്ട കാര്യങ്ങളെല്ലാം സെയിമാണ്. അതിൻ്റെ മോഡലിലുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. മെഷീൻ കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ഫീല് വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.